മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. പയ്യന്നൂരിൽ CPM രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്നും പിരിച്ച രക്തസാക്ഷി ഫണ്ടായതിനാലാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത്. ഇക്കാര്യം CPMന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് ആരോപിച്ചിരിക്കുന്നത്. വയനാട് ഫണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല. KPCC അധ്യക്ഷന്റെ പേരിലാണ് ഫണ്ടുള്ളത്. അതിന് കൃത്യമായ കണക്കുണ്ടെന്നും ഭൂമിയുടെ രേഖയും KPCC പ്രസിഡന്റിന്റെ പേരിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇന്നലെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതി, സാമ്പത്തിക ക്രമക്കേടുകൾ സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണം കണ്ടെടുത്താൽ കേസിന് ബലമുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അടൂർ പ്രകാശിനെ ശബരിമലയിലെ ഉന്നതനെന്ന നിലയ്ക്ക് പോറ്റി കണ്ടതു മാത്രമാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഇടപെടേണ്ട അധികാരം അദ്ദേഹത്തിനില്ലെന്ന് നമുക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേസന്വേഷണം നടത്തുന്നത്. ശബരിമല കേസിൽ കുറ്റപത്രം വൈകുന്നത് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രതികളെ സഹായിക്കാൻ അടൂർ പ്രകാശിന് കഴിയുന്ന ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് വളരെ വ്യക്തമല്ലേ, അദ്ദേഹത്തിന്റെ വിശദീകരണം തന്നെ വന്നിട്ടുണ്ട്. തന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ശബരിമല പോലുള്ള ഒരു വലിയ ആരാധനാ കേന്ദ്രത്തിൽ ഉന്നതമായ ഒരു ചുമതല വഹിക്കുന്ന ഒരാളുമായി പരിചയപ്പെടാനോ സൗഹൃദം ഉണ്ടാകാനോ അദ്ദേഹത്തെ ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാനോ ഇടയായതൊരു വലിയ തെറ്റല്ല. ഇവിടെ വിഷയം എന്താണ്? വിഷയത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി എത്ര ശ്രമിച്ചാലും അവർക്ക് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ കേസുമായിട്ട് എന്താ ബന്ധം? ആരാ കേസ് അന്വേഷിക്കുന്നത്? കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കടകംപള്ളിയെ ചോദ്യം ചെയ്തല്ലോ. DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്, നേതാക്കളായ VO നാരായണൻ, ചന്ദ്രൻ തില്ലങ്കേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.